ഗ്രിഡ് സിസ്റ്റം? ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ പാനലിൽ മറ്റനുബന്ധ സാമഗ്രികളെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ സോളാർ പാനലാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ കറണ്ട് നമുക്ക് DC കറണ്ടാണ്. അത് ഇൻവെർട്ടറിലോട്ട് വന്നത് AC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് ഉപയോഗിക്കാനായിട്ട് തരും. അതിന്റെ ഡയഗ്രാം ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഓൺ ഗ്രിഡ് ഡയഗ്രാം എന്ന് വെച്ചാല് സോളാർ പാനൽ വെച്ചു, അത് DC കറണ്ട് ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ട് വന്നു. അവിടെ നിന്ന് ഇൻവെർട്ടറിലോട്ട് വന്നു. അതിന്റെ ശരിയായിട്ടുള്ള പേര് കൺവെർട്ടർ എന്നാണ്. ഇൻവെർട്ടർ അതിനെ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ACDB ഇപ്പൊ AC ആയി. അപ്പോൾ ഓട്ടോമാറ്റിക് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ട് വന്നു. അവിടെ നിന്നും ഒരു മീറ്ററിലോട്ട് കൊടുക്കും. അത് എത്ര യൂണിറ്റ് കറണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും. അവിടുത്തെ മെയിൻ സ്വിച്ചിലോട്ട് വരും. മെയിൻ സ്വിച്ചിൽ നിന്നൊരു നമ്മുടെ വീട്ടിൽ ഒരു ഫ്യൂസ് കാരിയർ ഉണ്ട്. അതായത് ബില്ലടച്ചില്ലെങ്കിൽ KCB ഉരുകൊണ്ടുള്ള സാധനം ഉണ്ട് അല്ലേ, കട്ടവർക്ക് എന്ന് പറയും. അതിലോട്ട് വന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ KCB കറണ്ട് തരുന്നുണ്ട്. അവിടെ KCB വന്നു. നമ്മുടെ മീറ്റർ ഉണ്ടല്ലോ, ആ മീറ്റർ എടുത്ത് കൊണ്ടുപോകും. സോളാർ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മീറ്റർ വെക്കും. കാരണം നമ്മുടെ വീട്ടിലിരിക്കുന്ന മീറ്റർ KCB എത്ര എടുത്തു എന്ന് അറിയാനുള്ള ഒരു മീറ്ററാണ്. പക്ഷെ ഇനി മുതൽ അത് പറ്റില്ല. നമ്മൾ KCB എത്ര എടുത്തു തിരിച്ചെത്ര അങ്ങോട്ട് കൊടുക്കുന്നത് രേഖപ്പെടുത്തുന്ന മീറ്ററാണ്. ബൈ ഡയറക്ഷൻ മീറ്ററാണ്. അത് വെക്കും. അതിന് ഈ ഫ്യൂസിലേക്ക് തന്നെ കണക്ട് ചെയ്തില്ല. ഫ്യൂസ് ചെയ്ത് പോകുന്ന നമ്മുടെ വീട്ടിലോട്ടാണ്. അപ്പൊ ഒരേ സമയം നമ്മുടെ വീട്ടില് എത്ര കറണ്ട് ഉണ്ട്? ഇപ്പോ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എത്ര കറണ്ട് ഉണ്ട്? 2 കറണ്ട് ഉണ്ട്. ഇതിൽ ഏത് കറണ്ടാ വീട് എടുക്കുക? എന്താ കാര്യം? രണ്ടുപേരും കറണ്ട് തരുന്നുണ്ട്. അതിന് സോളാർ എടുക്കുള്ളൂ. അതിന്റെ കാരണം എന്താ? വളരെ സിമ്പിൾ അല്ലേ. KCB തരുന്ന വോൾട്ട് എത്രയാ? 200 രൂപ. എന്നാൽ നമ്മുടെ സോളാർ പാനൽ തരുന്ന കറണ്ട് എത്രയാ? 264 അല്ലേ? ഏതാ പവർ കൂടുതലേ? സോളാർ. സോളാർ ഇടിച്ചു കയറിയിട്ട് പോകും. അപ്പൊ നമ്മുടെ കൂടുതലിരിക്കുന്ന ഏറ്റവും നല്ല ശക്തിമാനായിട്ടുള്ള ഒരാളാണ്, വണ്ണമുള്ള ഒരാളാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഏറ്റവും വണ്ണം കുറഞ്ഞ ആളാണ് സാറ് ഇരിക്കുന്നത്. സാറും അദ്ദേഹം കൂടി എടുത്ത് പിടിച്ച് ആരെ ജയിക്കുക? അദ്ദേഹത്തിന് ജയിക്കുള്ളൂ അല്ലെ? ആരോഗ്യത്തിന്റെ കാര്യത്തില് ഞാൻ പറഞ്ഞത് കേട്ടാ. അതുപോലെ ഇവിടുത്തെ ശക്തിമാൻ ആരാ? ഇവനാണ്. ഇവർ ഇടിച്ചു കയറി അങ്ങോട്ട് പോകും. ഇവരോട് പറയുന്നത് സൈഡിലേക്ക് മാറ്റിയേക്കാൻ പറയും. ഇവർ ഇടിച്ചു കയറി വീട്ടിൽ പോകും. നമ്മുടെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞാലോ നേരെ ഇവരോട് സൈഡ് മാറിക്കാൻ പറഞ്ഞിട്ട് നേരെ കയ്യിൽ കയറി ഗ്രിഡിലോട്ട് പോകും. അപ്പൊ ഗ്രിഡിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനം കൂടിയാണ് നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നേരെ KCB സബ്സ്റ്റേഷനിലേക്ക് നിർത്തൂല. തൊട്ടപ്പുറത്തെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സോളാർ അവന്റെ വീട്ടിലോട്ട് ഇറങ്ങും. നമ്മൾ ഉണ്ടാക്കിയ കറണ്ട്. എന്നിട്ട് അവന് KCB മാത്രമേ ഉള്ളൂ എങ്കിൽ അത് KCB കൊടുത്ത പോലെ അത് 8 രൂപയും അവന്റെ മേടിക്കും. നമുക്ക് എത്രയും തരാം? ഒരു യൂണിറ്റിന് 3 രൂപ 15 രൂപ. കച്ചവടം മനസ്സിലായോ? ഞാൻ കച്ചവടം KCB എന്തെങ്കിലും ലാഭമില്ല ഉണ്ടാവും.